ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ട്രിപ്പ് വാഷിയിൽ നിന്ന് നേരെ വാപ്പി, ഗുജറാത്തിലേക്ക്. ഇന്നൊരു ഒഫീഷ്യൽ ട്രിപ്പാണ്. അങ്ങനെ രാവിലെ 6 മണിക്ക് വാഷിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വാഷിയിൽ നിന്ന് നേരെ താന വഴി ഗോർബന്ദർ റോഡിൽ നിന്ന് ഫൗണ്ടൻ്റെ അടുക്കുന്ന റൈറ്റ് അടിക്കും. എന്നിട്ട് നേരെ പാൽഘർ, ബോയ്സർ, അങ്ങനെ നേരെ വാപ്പിയിലേക്ക്, ഗുജറാത്ത് ബോർഡർ കഴിഞ്ഞിട്ട് വാപ്പിയിലേക്ക്. താനെ ബെലാപൂർ റോഡ് എത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗൻസോളി റെയിൽവേ സ്റ്റേഷനാണ്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഏറോളി വഴി മുംബൈ സൈഡിലേക്ക് പോവാം. ഈ ബ്രിഡ്ജ്, മുകളിലോട്ട് പോകുന്ന ബ്രിഡ്ജാണ് ഏറോളി കട്ടായി ബ്രിഡ്ജ്. ഇത് നേരെ കട്ടായി ഡോംബിവിലി, കല്യാണിലേക്കെല്ലാം പോകുന്ന ഈസി വേ ആണ്. അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സാണ്. ഒരു 6 മാസം കൊണ്ട് ഏകദേശം ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ന്യൂ ബോംബെ ഇവിടത്തേക്ക് എൻഡായി. ഇനി താനെ സ്റ്റാർട്ടാകുന്ന, ഇവിടുന്ന് മുതൽ അങ്ങോട്ട് താനെയാണ്. ഈ ട്രെയിൻ വരുന്നത് സെൻട്രൽ ലൈനാണ്. കല്യാൺ ഡോംബിവിലിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ഇപ്പോൾ ഇത് നേരെ താനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് മുട്ടും. കൽവ ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ മുംബ്രയിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ബ്രിഡ്ജ് കയറിയിട്ട് റൈറ്റ് അടിക്കും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ താന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഏകദേശം 2 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ കോട്ടനാക്ക, താന ജയിലിലെത്തും. ഷോർട്ട് കട്ടിലോട്ട് പോയിട്ട് നേരെ ബാൽക്കുന്നാക്ക് എത്തി. ബാൽക്കുന്നാക്കെന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഭീവണ്ടിയാണ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പോർബന്ദർ റോഡ്. പോർബന്ദർ റോഡ് എത്തി. പോർബന്ദർ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ ഇവിടെ എത്തും, ഫൗണ്ടൻ, ഹോട്ടൽ ഫൗണ്ടൻ. ഇവിടെ നിന്ന് നേരെ പോയി യൂ ടേൺ അടിച്ചിട്ട് അഹമ്മദാബാദ് ഹൈവേയിലേക്ക് കയറും. ഫുള്ള് മെട്രോൻ്റെ വർക്ക് ചാലുവാണ്.
ഹോട്ടൽ ഫൗണ്ടൻ എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ ബോംബെ സൈഡിലേക്ക് പോവുക. ബോറിവില്ലി മീറ റോഡിലേക്കെല്ലാം പോകുന്ന വഴിയാണ്. ഫുഡ് പ്ലാസ എത്തി. ഇവിടെ നിന്ന് ഇനി ഫുഡും കഴിച്ചിട്ട് നേരെ ഡയറക്റ്റ് ഒറ്റപ്പെടുത്താം വാപ്പിയിലേക്ക്. അവിടെ ഇപ്പം നമുക്ക് കിട്ടിയത് റവ മസാല ദോശ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വസായി റോഡ് 50 കിലോമീറ്റർ, നേരെ 85 കിലോമീറ്റർ ഉണ്ട് പാൽഘറിലേക്ക്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്ന റോഡാണ് പുതിയ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു കൊല്ലം കൊണ്ട് റെഡിയാവും തോന്നുന്നു. റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ഇവിടെ എല്ലാം. രാവിലെ തന്നെ എത്ര ട്രക്കാണ് സൂറത്തിലേക്ക് പോകുന്നത്. കാനിവാടി ടോൾ പ്ലാസ 75 റുപ്യ ഇവിടുത്തെ ചാർജ്. ഇത് ശരിക്കും നമ്മളെ ഫൗണ്ടറിന് ഹോട്ടലിന് 32 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക്. ഇവിടുന്ന് ലെഫ്റ്റിൽ 22 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാൽഘർ എത്തും. നേരെ അഹമ്മദാബാദ് 439 കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ ഇവിടുന്ന് അഹമ്മദാബാദിലേക്ക്. ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചാൽ 15 കിലോമീറ്റർ ബോയ്സർ ഇൻഡസ്ട്രിയൽ ടൗണാണ്. ഇത് ആദ്യം താന ഡിസ്ട്രിക്റ്റിലായിരുന്നു, ഇപ്പോൾ അത് പാൽഘർ ഡിസ്ട്രിക്റ്റിലായില്ലേ. ഇവിടുന്ന് ഒരു 11 കിലോമീറ്റർ ഉള്ളൂ താരാപൂറിൽ അറ്റോമിക് പവർ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറോട്ടി ടോളിനൊക്കെ എത്തി. ഇവിടെ 65 റുപ്യ ടോൾ റേറ്റ്. മഹാരാഷ്ട്രൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് ലെഫ്റ്റിൽ. ഇപ്പം ബോർഡർ എത്തും. ഇത് നേരെ കയറിയാൽ ഗുജറാത്ത് ബോർഡറായി. അങ്ങനെ ഞങ്ങൾ ഗുജറാത്ത് സ്റ്റേറ്റിലെത്തി.
ലെഫ്റ്റ് 13 കിലോമീറ്റർ പോയാൽ നേരെ സിൽവാസ് എത്തും. അത് പണ്ടൊരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് ഇനി വാപ്പിയിലേക്ക്. നമ്മൾ നേരെ വാപ്പിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് 14 കിലോമീറ്റർ കഴിഞ്ഞാൽ ദമൻ എത്തും. ദമൻ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ദാമൻ ആൻഡ് ദിയു ടെറിട്ടറി ഓഫ് ദമൻ ആൻഡ് ദിയു ആണ്. ഇവിടെ കുറേ ഹോട്ടൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ദമനിൽ. അങ്ങനെ നമ്മൾ വാപ്പിയിൽ GIDC എത്തി. GIDC വാപ്പിയിലാണ് അധിക കെമിക്കൽ കമ്പനീസും മെഡിക്കൽ കമ്പനീസും എല്ലാം ഉള്ളത്. ഇത് ദാമൻഗംഗ റിവറിൻ്റെ ഇതിൻ്റെ സൈഡിലോട്ടെല്ലാം ഒഴുകുന്നുണ്ട് നദി. വൽസാഡ് ഡിസ്ട്രിക്റ്റിലാണ് വരിക. ശരിക്കും പറഞ്ഞാൽ ഇത് യൂണിയൻ ടെറിട്ടറി ഓഫ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എല്ലാം ഇതിൻ്റെ സൈഡിലാണ് വരിക വാപ്പിൻ്റെ. നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ റിട്ടേൺ പോകുന്നു. നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി വലിയ ഹോട്ടല്. ഫുഡെല്ലാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫുള്ള് സെറാമിക് പോട്ട്സും മണ്ണിൻ്റെ കുക്കേഴ്സും പല സാധനങ്ങളുണ്ട്. എല്ലാത്തിനും വില കുറവാണ്. നല്ല വില. വലിയ പോട്ടിനെല്ലാം 950 1000 ഉറുപ്പ്യല്ലേ ഉള്ളൂ. കുക്കറിന് 1500 ഉറുപ്പ്യ 2000 ഉറുപ്പ്യ എല്ലാ സാധനങ്ങളും ഉണ്ട്. മണ്ണിൻ്റെ സെറാമിക്കിൻ്റെ എല്ലാം. മണ്ണിൻ്റെ കുക്കറിൽ 750 ഉറുപ്പ്യക്ക് സ്റ്റാർട്ടാകുന്നുണ്ട് ഇവിടെ റേറ്റ്. ഇത് വാപ്പി റോഡിലാണ്. വാപ്പിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെയാണ്. നമ്മൾ നേരെ ഗുജറാത്ത്
സ്റ്റേറ്റിലെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് ഇനിയിപ്പം നേരെ പോയത് മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് എത്തും ലെഫ്റ്റിൽ. ഇപ്പോൾ അതവിടെ എത്തി. നേരെ നമ്മൾ നേരെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലേക്ക് കയറി. ഇവിടുന്ന് മുംബൈയിലേക്ക് 135 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ താനയിലെത്തി. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് കയറിയിട്ട് കൽവ ബ്രിഡ്ജ് വഴി നേരെ താന ബെലാപ്പൂർ റോഡ് പോകും. നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു 4:30 മണിയാകുമ്പോൾ തിരിച്ചെത്തി ഇവിടെ. അങ്ങനെ ഞങ്ങൾ താനെ നേരെ നവി മുംബൈയിലെത്തി. ഇതാണ് നവി മുംബൈ. ഇവിടെ നിന്ന് മുതൽ അങ്ങോട്ടേക്ക് നേരെ നവി മുംബൈയാണ്. ലെഫ്റ്റ് സൈഡിൽ ജിയോൻ്റെ ഫുള്ള് കോർപ്പറേറ്റ് ഓഫീസായത്, റിലയൻസ് കോർപ്പറേറ്റ് പവർ. അങ്ങനെ ഞങ്ങൾ നമ്മളെ ഓഫീസിൻ്റെ അടുക്ക എത്താനായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ബൈ.